ഹായ് ഫ്രണ്ട്സ്, ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളൊരു ആപ്പാണ് ടെലിഗ്രാം. അങ്ങനെയുള്ളൊരു ഫീച്ചറിനെ പറ്റിയാണ് ഈ വീഡിയോ. എഡ്യൂക്കേറ്റേഴ്സിനും PSCക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കും സ്റ്റഡി ഗ്രൂപ്പ്സിനുമൊക്കെ വളരെ യൂസ്ഫുൾ ആയൊരു ഫീച്ചറാണ് ക്വിസ്ബോട്ട്. ക്വിസ്ബോട്ട് യൂസ് ചെയ്ത് കോമ്പറ്റീഷൻ പോലെ ക്വിസ് നടത്താനും പാർട്ടിസിപ്പേറ്റ് ചെയ്തവരുടെ മാർക്സ് റാങ്കിംഗ് ഒക്കെ കമ്പയർ ചെയ്യാനും സാധിക്കും. ഒരിക്കലുണ്ടാക്കിയ ക്വിസ്ബോട്ട് നമുക്ക് ഉടനെ തന്നെയോ അതല്ലെങ്കിൽ പിന്നീട് എപ്പോൾ വേണമെങ്കിലും സ്വയം ചെയ്തു നോക്കുകയോ ഏതെങ്കിലും ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് ഗ്രൂപ്പായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുകയോ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഒരു ക്വിസ്ബോട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നിങ്ങൾ ടെലിഗ്രാം ആപ്പ് ഓപ്പൺ ആക്കുക. അതിനുശേഷം മുകളിൽ ക്വിസ്ബോട്ട് എന്ന് സെർച്ച് ചെയ്യുക. ദേ ഈ മുകളിൽ ആദ്യം കിടക്കുന്നതാണ് നമ്മുടെ ക്വിസ്ബോട്ട്. അതിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. എന്നിട്ട് ഈ താഴെ കാണുന്ന സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ക്രിയേറ്റ് ന്യൂ ക്വിസ് ബട്ടൺ ഇതുപോലെ കാണാൻ സാധിക്കും. അതിൽ പ്രസ് ചെയ്യുക. അതല്ലെങ്കിൽ ഈ താഴത്തെ സ്ലാഷ് പ്രസ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ന്യൂ ക്വിസ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ പ്രസ് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ ക്വിസിന് ഒരു ടൈറ്റിൽ കൊടുക്കാം. ഞാനിവിടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് കൊടുക്കാൻ പോകുന്നത്. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ക്വിസിന് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ക്വിസിൻ്റെ ഒരു സബ് ടൈറ്റിൽ കൊടുക്കാൻ യൂസ് ചെയ്യാം ഈ ഓപ്ഷൻ. ആവശ്യമില്ലെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ക്വിസിൽ ആഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ടെലിഗ്രാമിൻ്റെ ടേമിൽ ഇതിനെ പോൾസ് എന്നാണ് പറയുക. പോൾസ് നമുക്ക് രണ്ട് രീതിയിൽ ആഡ് ചെയ്യാം. ഒന്നെങ്കിൽ പുതിയതായി പോൾസ് ക്രിയേറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിലുള്ള പോൾസ് ഈ ക്വിസിലേക്ക് ഫോർവേഡ് ചെയ്യാം. ആദ്യം നമുക്ക് പുതിയ പോൾസ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി താഴെ ഒരു അറ്റാച്ച്മെൻറ്റ് ബട്ടൺ കണ്ടില്ലേ, അതിൽ പ്രസ് ചെയ്യുക. ശേഷം വരുന്ന ഓപ്ഷനിൽ നിന്നും പോൾ എന്ന ഓപ്ഷൻസ് പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ അപ്പിയർ ആകും. ഈ ക്വസ്റ്റ്യൻ എന്ന് കൊടുത്തിരിക്കുന്നിടത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാം. ഞാനിവിടെ സം ഓഫ് 1 and 2 എന്നതാണ് കൊടുക്കാൻ പോകുന്നത്. ശേഷം താഴെ കൊടുത്തിരിക്കുന്ന പോൾ ഓപ്ഷൻസിൻ്റെ അടിയിൽ ഓപ്ഷൻസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ക്വിസ് മോഡ് അല്ലെങ്കിൽ സെറ്റിംഗ് സെലക്ട് ചെയ്യണം. ഇവിടെ അനോണിമസ് വോട്ടിംഗ് ഡിഫോൾട്ട് ആയിട്ട് സെലക്റ്റഡ് ആയിരിക്കും. അത് അൺസെലക്ട് ചെയ്തിട്ട് ഇവിടെ ക്വിസ് മോഡ് എന്ന് കൊടുത്തിരിക്കുന്നത് കണ്ടോ, അത് സെലക്ട് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ഓപ്ഷൻ മാർക്ക് ചെയ്യുക എന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഓപ്ഷൻസിൻ്റെ സൈഡിൽ ബ്ലാങ്ക് സർക്കിൾസ് കാണാൻ സാധിക്കും. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ഓപ്ഷൻ്റെ സൈഡിലുള്ള സർക്കിളിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ആ ഓപ്ഷനിൽ ഗ്രീൻ ടിക്ക് അപ്പിയർ ആകും. ഇനി മുകളിലെ ക്രിയേറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഞാനൊരു ക്വസ്റ്റ്യൻ കൂടി ആഡ് ചെയ്ത് കാണിക്കാം. ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം താഴെ ഡൺ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ താഴെ ഇതുപോലെ 10 സെക്കൻഡ് 15 സെക്കൻഡ് എന്നൊക്കെ ഓപ്ഷൻ വരും. ഇത് ക്വിസിൻ്റെ ടൈമിൽ ഓരോ ക്വസ്റ്റ്യനും എത്ര ടൈം അലൗഡ് ആണെന്ന് കൊടുക്കാൻ വേണ്ടിയാണ്. നമ്മൾ കൊടുക്കുന്ന ടൈം ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പാസ് ആയിക്കോളും. തൽക്കാലം ഞാനിവിടെ 15 സെക്കൻഡ്സ് കൊടുക്കുന്നു. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഷഫിൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കാം. ഞാൻ ഷഫിൾ ഓൾ കൊടുക്കുന്നു. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഷഫിൾ ആകും. നമ്മുടെ ക്വിസ് ക്രിയേറ്റ് ആയി. താഴെ ചില ഓപ്ഷൻസ് കണ്ടോ, അതിൽ സ്റ്റാർട്ട് ദിസ് ക്വിസ് കൊടുത്താൽ ഉടൻ തന്നെ ക്വിസ് നമുക്ക് മാത്രമായി സ്റ്റാർട്ടാക്കും. കണ്ടോ, ക്വിസ് സ്റ്റാർട്ടായി. നമുക്ക് അറ്റൻഡ് ചെയ്ത് നോക്കാം. ഞാൻ രണ്ടും കറക്റ്റ് ആക്കി. തെറ്റായിരുന്നെങ്കിൽ സെലക്ട് ചെയ്ത ആൻസറിൻ്റെ സൈഡിൽ റെഡ് ക്രോസ് വരികയും കറക്റ്റ് ആൻസർ ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യും. ക്വിസ് കഴിയുമ്പോൾ ഇതുപോലെ ക്വിസിനൊരു അനാലിസിസ് അപ്പിയർ ആകും. ഇനി ഈ ക്വിസ് ഒരു ഗ്രൂപ്പിൽ എല്ലാവരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ച് നടത്തണമെങ്കിൽ സ്റ്റാർട്ട് ക്വിസ് ഇൻ ഗ്രൂപ്പ് കൊടുക്കുക. എന്നിട്ട് ഏത് ഗ്രൂപ്പിലാണോ ക്വിസ് നടത്തേണ്ടത് ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഉടൻ തന്നെ ആ ഗ്രൂപ്പിൽ ക്വിസ് സ്റ്റാർട്ടാകും. ഉടനെ തന്നെ റൺ ആകേണ്ടെങ്കിലോ ഓരോ പാർട്ടിസിപ്പേറ്റിനും അവരുടെ ടൈം അവൈലബിലിറ്റി അനുസരിച്ച് ക്വിസ് അറ്റൻഡ് ചെയ്യാനോ ഷെയർ എന്ന ഓപ്ഷൻ കണ്ടോ, അത് പ്രസ് ചെയ്ത് ഷെയർ ചെയ്യേണ്ട ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ഗ്രൂപ്പിലല്ലാതെ നമ്മുടെ ഏതെങ്കിലും ഫ്രണ്ടിനും ഷെയർ ചെയ്യാവുന്നതാണ്. എഡിറ്റ് ക്വിസ് ഓപ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് ക്വിസ് എഡിറ്റ് ചെയ്യാവുന്നതുമാണ്. ക്വിസ് സ്റ്റാറ്റസ് ഓപ്ഷൻ കണ്ടോ, ഇതിൽ പ്രസ് ചെയ്താൽ ആരൊക്കെ ക്വിസ് ചെയ്തിട്ടുണ്ടെന്നും എത്രയൊക്കെ മാർക്ക് കിട്ടിയിട്ടുണ്ടെന്നും ക്വിസ് ക്രിയേറ്റ് ചെയ്ത ആൾക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ഉണ്ടാക്കുന്ന ക്വിസസ് പിന്നീട് അസസ് ചെയ്യാൻ ക്വിസ്ബോട്ട് സെർച്ച് ചെയ്തതിന് ശേഷം
#ക്വിസസ് ടൈപ്പ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ക്വിസസും കൂടെ ക്വിസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ലിങ്കും കാണാം. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ക്വിസ് സ്റ്റാർട്ട് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സാധിക്കും. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ക്വിസ്ബോട്ട് യൂസ്ഫുൾ ആകുന്ന ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യണേ. ക്വിസ്ബോട്ടിൽ നമുക്ക് ഓൾറെഡി അവൈലബിൾ ആയ പോൾസ് ടൈപ്പ് ചെയ്യാതെ തന്നെ ഡയറക്റ്റ് ആഡ് ചെയ്യാനും സാധിക്കും. ഇതൊരു സെപ്പറേറ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ആ വീഡിയോ മിസ്സാകാതിരിക്കാനും മറ്റ് യൂസ്ഫുൾ വീഡിയോസിനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. താങ്ക്